ഹായ് ഗൈസ്, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ആരൊക്കെയോ പറഞ്ഞാണ് എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം. എന്താണ് അമ്മു വേണം? ഇപ്പൊ അമ്മു ആണോ അമ്മ കല്ലാണോ വേണ്ടതെന്ന് സംശയമാണ്. എന്തായാലും ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അഹാന കൃഷ്ണയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്യാനും അനിയത്തിമാർക്കൊരു പ്രശ്നം വന്നാൽ അത് ഏറ്റെടുത്ത് മുൻകൈയോടെ ചെയ്തു തീർക്കാനും ആ പ്രശ്നം പരിഹരിക്കാനും അതേപോലെ തന്നെ എല്ലാവരെയും കറങ്ങാൻ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഒരു ഫാമിലിനെ ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാത്തിനും ആര് വേണം? ഒരു അമ്മു വേണം. അതുകൊണ്ട് എല്ലാ കുടുംബത്തിലും ഒരു അമ്മുവിനെ പോലെ ഒരു വ്യക്തി വേണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് ആര്? അഹാന കൃഷ്ണയുടെ അമ്മയായ സിന്ധു കൃഷ്ണ. അമ്മു എന്ന വിഗ്രഹം ഇപ്പോൾ എല്ലാ മലയാളികളുടെ മനസ്സിലും ഉടഞ്ഞു വീണിരിക്കുകയാണ്. എന്നാലും ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അത് ആരൊക്കെയാണെന്ന് അറിയില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയാം. അങ്ങനെ നെഗറ്റീവ് പറയുന്നവരോട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഇപ്പോൾ ആ വീഡിയോസ് ഒന്നും ഈ പറയുന്ന തന്വിയുടെ ചാനൽ കാണുന്നില്ല. അത് വന്നിട്ട് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അഹാനയുടെ ചാനലിൽ നിന്നും ആ വീഡിയോ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം, ഇത് ഇനി നിങ്ങൾ എത്ര ഡിലീറ്റ് ചെയ്താലും ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ വീഡിയോസ് ഇനി എന്നും നിലനിൽക്കും. എന്തിന്? മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്തു ഈ വിഷയം. ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ ചില ആൾക്കാരുടെയൊക്കെ സ്വഭാവം എന്തെന്ന്, യഥാർത്ഥ സ്വഭാവം എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് പോലുള്ള പരിപാടികളിൽ പോകണം അല്ലെ. അതിനകത്ത് നമ്മൾ 24 hours ലൈവ് ക്യാമറ ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് 2-3 ദിവസങ്ങളൊക്കെ അവരവരുടെ ക്യാരക്ടർ അങ്ങ് മറച്ചു പിടിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങ് പുറത്തോട്ട് വരും. അവരുടെ ഒറിജിനാലിറ്റി എന്തെന്നുള്ളത് പുറത്തോട്ട് വരും. അതാണ് ബിഗ് ബോസിൽ. അങ്ങനെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജാസ്മിൻ അല്ലെ. ജാസ്മിൻ ജാഫറിന് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷെ ജാസ്മിൻ ജാഫറിന്റെ ആ സീസണിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മനസ്സിലായിരിക്കുന്നത് ജാസ്മിൻ ജാഫറിനെ കുറിച്ചാണ് അല്ലെ. ജാസ്മിൻ ജാഫർ എന്താണെന്നും എല്ലാം നമുക്ക് മനസ്സിലായി. അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നും അവർ എന്ത് തരം വ്യക്തിത്വമുള്ളതാണെന്നും എല്ലാം നമുക്ക് ജാസ്മിനെ കുറിച്ച് മനസ്സിലായി. അതായത് ബിഗ് ബോസിൽ ചെന്നിട്ട് ഒരു ചീത്തപ്പേരുമായിട്ട് ഇറങ്ങി വന്ന ഒരാളാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. അഹാനയെ സംബന്ധിച്ച് അഹാനയ്ക്ക് ഒരു വിഷയം എങ്ങനെ പ്രേക്ഷകരുടെ മുമ്പിലോട്ട് കൊണ്ടുവരണം, അത് എങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സിലോട്ട് കയറ്റണം എന്നതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു പെൺകുട്ടിയാണ് അഹാന കൃഷ്ണ. പക്ഷെ എന്തായാലും ഇപ്പോൾ ആ വിഗ്രഹം ഉടഞ്ഞുപോയി. അല്ലാതെ നമ്മൾ ഇനി എന്ത് പറയാനല്ലേ. അഹാന കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി നല്ല ഒന്നാന്തരം അഹങ്കാരിയാണെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവരുടെ ചാനലിൽ കൂടി തന്നെ നമ്മൾ അതായത് വാർദ്ധക്യത്തിലെത്തിയ ഒരാളോട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തണം, ഒന്നും അറിയാത്ത ഒരു ആളാണെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും മനസ്സിലായി. പിന്നെ അവരോട് വളരെയധികം ക്രൂവലായിട്ട് പെരുമാറാനും അവരോട് അസഭ്യ ഭാഷകൾ ഉപയോഗിച്ച് അവരോട് സംസാരിക്കാനും എന്നതിനൊക്കെ നമ്മൾ അഹാന കണ്ടിരിക്കുന്നു അല്ലെ. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ അഹാന എന്ന് പറയുന്ന വ്യക്തി നമുക്കത് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഇനി അതിന് മറ്റൊരു ഉദാഹരണമാണ് അശ്വിൻ ഗണേശ്. അതായത് കൃഷ്ണകുമാർ ഫാമിലിയിലെ ആകെ ആൺതരി, അതായത് ദിയ കൃഷ്ണയുടെ ഭർത്താവായ അശ്വിൻ ഗണേശൻ. അഹാന കൃഷ്ണ അശ്വിൻ ഗണേശിനെ ഫോളോ ചെയ്തിട്ടില്ല. ഇതിന് മുൻപ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ എന്തായാലും അശ്വിനും തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഈ പ്രശ്നം കൊണ്ടാണോ അശ്വിൻ അഹാനിനെ ഫോളോ ചെയ്യാത്തതെന്ന് അറിയില്ല. അശ്വിൻ ഗണേശ് ഈ കുടുംബത്തിൽ തന്നെ ദിയ കൃഷ്ണ, അത് പിന്നെ ഭാര്യയാണ്, ഓക്കെ. പിന്നെ ഹൻസിക കൃഷ്ണ, ഇഷാനി കൃഷ്ണ, സിന്ധു കൃഷ്ണ, പിന്നെ കൃഷ്ണകുമാർ, ഇവരെല്ലാവരെയും ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അഹാന കൃഷ്ണയെ മാത്രം ഫോളോ ചെയ്തിട്ടില്ല. അതേപോലെ അഹാന കൃഷ്ണ തിരിച്ചും അശ്വിൻ ഗണേഷിനെ ഫോളോ ചെയ്തിട്ടില്ല. നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അശ്വിൻ ഗണേഷ് അത്ര വലിയ ഒരു എന്താ പറയണം, ഒരു ഒരു അഹങ്കാരിയായ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയില്ല. ഒരു പാവത്താനെ കൂട്ടാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ ദിയയുടെ ചാനലിൽ കൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയേക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ബുജി, ഒരു പാവം, ഒരു പാവം പിടിച്ചിട്ട് ചെറുക്കനെ കൂട്ടാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായിരിക്കുന്നത്. പക്ഷെ ഇവരുടെ ഫാമിലിയിൽ ചില വ്ളോഗ്സിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സിന്ധു കൃഷ്ണയാണെങ്കിലും ദിയാ കൃഷ്ണയാണൊക്കെ വന്ന് പറയാറുണ്ട് അഹാന കൃഷ്ണയും അശ്വിൻ ഗണേഷും ഭയങ്കര വൈബാണെന്നും ഭയങ്കര സെറ്റ് ആണെന്നും അവർ കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഓളമാണെന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ വെറും തള്ളാണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്തായാലും കൊള്ളാം, എത്ര നാളെ ഈ അഭിനയം കൊണ്ടുപോകാൻ പറ്റും അല്ലെ. എന്തായാലും ഇവര് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫേമസ് ആണ്. അപ്പൊ അതിനനുസരിച്ച് പിന്നൂടെ ഇവർക്കൊന്ന്, വാസ്തവത്തിൽ ഇവർക്ക് അഹങ്കാരം വന്നിരിക്കുന്നത് ഇവരുടെ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായതാന്ന് വെച്ചാൽ ഇവരുടെ വീട്ടുകാരിൽ നിന്ന് തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ അഹാനയാണ് ആ കുടുംബത്തിലെ ഒരു മൂത്ത വ്യക്തി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനയുടെ മേളിലോട്ട് ഈ ഫാമിലി, അതായത് ഈ കൃഷ്ണകുമാർ ആണെങ്കിലും ഈ പറയുന്ന സിന്ധു കൃഷ്ണനെ വെച്ചു കൊടുത്തു. അതാണ് അഹാനെ അവിടെ എല്ലാവരും ഏതൊരു ഇന്റർവ്യൂസിൽ പോയാലും, ഇവർ ഫാമിലി ഇന്റർവ്യൂസിൽ പോയി കഴിഞ്ഞാലും അവരെല്ലാവരും പറയുന്നത് എന്താ, അഹാന വളരെ മെച്യൂർഡ് ആണ്, അഹാനയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അഹാന അങ്ങനെയാണ്, അഹാൻ ഇങ്ങനെയാണ്, അങ്ങനെ ഭയങ്കരമായിട്ടും വലിയ ഇതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിൽ നേരെ തിരിച്ച് ദിയാ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിനെ എല്ലാവരും അടിച്ചു താഴ്ത്തും. അത് പിന്നെ അവരുടെ കുടുംബത്തിലെ കാര്യം നമുക്ക് അത് നോക്കണ്ട. എന്തായാലും അഹാന കൃഷ്ണനെ എല്ലാവരും പുകഴ്ത്തി പറഞ്ഞ് ആ പുള്ളിക്കാരിക്ക് തന്നെ ഒരു മൈൻഡിൽ ഒരു മെന്റാലിറ്റി വന്നു എന്ന് വെച്ചാൽ ഞാനാണ് ആ കുടുംബത്തിലെല്ലാം, അതേപോലെ തന്നെ ഞാൻ പറയുന്നത് എന്തും ശരിയാണെന്നുള്ള കാര്യം. അങ്ങനെ ആ കുട്ടി, ആ ഫാമിലിയിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടിയ കാര്യം അത് നമ്മുടെ സമൂഹത്തിലോട്ടും ആ കുട്ടി ഇറക്കി വിട്ടു. അതായത് ഈ കുട്ടി എപ്പോഴും നമ്മുടെ സമൂഹത്തിലോട്ട് പങ്കുവെച്ചിരിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ പക്ക എഡിറ്റഡ് ഫോർമാറ്റ് ആണ്. ഇവരെ തന്നെ എഡിറ്റ് ചെയ്ത്, അതായത് ഈ അഹങ്കാരത്തിന് ഇവരെടുത്ത് മാറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ ക്യാച്ച് ചെയ്യാം, അവരുടെ മൈൻഡിനെ എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ആ
ആ പെൺകുട്ടിയുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവര് നമ്മളെല്ലാവരും ഈ പെൺകുട്ടി അവരിലോട്ട് എന്താ ആകർഷിച്ചത്. അത് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു കഴിവ് തന്നെയാണ്, നമുക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ ഈ അഹങ്കാരത്തിന് കാരണമായത് ഈ ഫാമിലിയിൽ നിന്നുള്ള ഈ പൊക്കൽ തന്നെയാണ്. 4 മക്കൾക്കും ഒരേ രീതിയിൽ തന്നെ ഈ പാരന്റ്സ് അവരെ കരുതിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇത്ര ഹെഡ് വെയിറ്റ് വരില്ലായിരുന്നു, ഇത്രയും അഹങ്കാരം വരില്ലായിരുന്നു. ഈ പെൺകുട്ടി അങ്ങനെയല്ല ഒരിക്കലും ഈ പറയുന്ന മാതാപിതാക്കളോടും ഈ കാരണവന്മാരോടൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കുകയോ ഇതുപോലെയൊന്നും പെരുമാറുകയോ ചെയ്യില്ലായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ അവരുടെ പാരന്റ്സ് ആണ് ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ പാരന്റ്സ് എങ്ങനെ അത് ഇവരെ ട്രീറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, ഓരോ പ്രായത്തിനും എങ്ങനെ അവരെ മനസ്സിലാക്കണം, ഓരോ ഏജ് ഗ്രൂപ്പിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യം ഈ അഹാന കൃഷ്ണയെ പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അഹാന കൃഷ്ണ അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അഹാനയുടെ അമ്മൂമ്മേനെ സ്നേഹിക്കുന്ന ഒരു സീൻ കണ്ടു നോക്കാട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, അമ്മാമ്മേനെ ഇത്രയും അധികം സ്നേഹിക്കുന്ന ഒരു കൊച്ചുമകൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോ. അതായത് അത് നമുക്ക് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സർപ്രൈസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഓഫ് കോഴ്സ് ദി ഓലൻസ് ആൻഡ് സെക്കൻഡ് സർപ്രൈസ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ഓണം ഗിഫ്റ്റ് കൊണ്ടുപോകാണ്. ഈ ഗാർഡിൽ ഒരു ഗ്യാസ് സ്റ്റവ്, ഒരു അടിപൊളി ഗ്യാസ് സ്റ്റവ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പൊ അമ്മയ്ക്ക് ആക്ച്വലി ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എടുത്ത് കൊടുത്താൽ തന്നെ ഷീ സോ ഹാപ്പി. യു താങ്ക് യു ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ എന്തായാലും അമ്മാമ്മനെ കുറിച്ച് ഇങ്ങനെ അഹാന പുകഴ്ത്തി പറയുന്നത്. അതായത് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് കൊടുത്താൽ പോലും അമ്മൂമ്മ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയുന്നത്. ഈ അമ്മാമ്മനെ കുറിച്ചാണ് അഹാന കഴിഞ്ഞ ദിവസം മീഡിയസിലൂടെ വന്ന് പറഞ്ഞത്. എന്ത് ഇത്രയും മോശമായ വാക്കുകൾ ആ അമ്മൂമ്മനെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ടാണ് ഇത്രയും വലിയ അഭിനയങ്ങൾ കാഴ്ചവെക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പെൺകുട്ടി ശരിക്കും ഒരു എഡിറ്റഡ് വേർഷൻ അല്ലേ? അതായത് അമ്മമ്മ അത്രയും ഒരു നല്ലൊരു സ്ത്രീയാണ് എന്നാണ് അഹാന കൃഷ്ണൻ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അല്ലെ? അതേപോലെ തന്നെ അപ്പൊ ഒരു ഗ്യാസ് സ്റ്റൗ, ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ അത്രയും സന്തോഷം എന്ന് പറയുന്ന അഹാന ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമ്മാമ്മ എന്ന് പറയുന്ന ഭയങ്കര വലിയ സന്തോഷമായിരിക്കും എന്നാണ് അഹാന കൃഷ്ണൻ ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഇത് ആരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് അഹാന കൃഷ്ണൻ ഇങ്ങനെ പറയുന്നത്? വ്യൂവേഴ്സിന്. അതായത് അമ്മൂമ്മ മിൽക്കി മിസ്റ്റിന്റെ ഡപ്പകളെല്ലാം സൂക്ഷിച്ച് എടുത്ത് വെക്കും. അതിന് പോലും കംപ്ലൈന്റ് വന്ന് പറഞ്ഞ, അതായത് പരാതി വന്ന് പറഞ്ഞ അഹാനയാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഇങ്ങനെ നമ്മളെ വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതേ അഹാന തന്നെയാണ് ഒരാപ്പിൾ, ഓറഞ്ച് എല്ലാം ഓരോന്ന് വീതം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതെന്റെ അപ്പൂപ്പന് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞ് ഹോം നേഴ്സിനോട് പ്രത്യേകം പറഞ്ഞു കൊടുത്തതും, അതേപോലെ തന്നെ ഒരെണ്ണം പോലും അമ്മാമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് അഹാന പ്രത്യേകം പറഞ്ഞു വിട്ടത്. ആ വൃത്തികെട്ട സ്ത്രീയെ ഇതിലൊന്നിലും പോലും തൊടയിപ്പിക്കരുതെന്ന് പോലും, അതേപോലെ തന്നെ അവർക്കൊന്നും തന്നെ നൽകരുതെന്നും പ്രത്യേകം എടുത്തു പറഞ്ഞ് അഹാന ഹോം നേഴ്സിനെ ഏൽപ്പിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയുമൊക്കെ കാട്ടിക്കൂട്ടിയ അഹാനയാണോ ഈ പറഞ്ഞതൊക്കെ? അപ്പോൾ അഹാന ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഗ്യാസ് സ്റ്റവ് കൊണ്ട് അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നതെന്നും അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് അമ്മൂമ്മനെ കുറിച്ച് ഘോരഘോരം വന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തത്. എന്തൊക്കെ അസഭ്യ വാക്കുകളാണ് ഇവര് ആ അമ്മൂമ്മനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം ഒരു സൈഡിൽ കൂടി അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോട്? ഈ പറയുന്ന അമ്മൂമ്മയോട്. എന്നിട്ട് നമ്മളോട് വന്ന് കാണിക്കുന്നു, ഞാൻ അമ്മൂമ്മയ്ക്ക് അത് വാങ്ങിച്ചു കൊടുക്കും, ഇത് വാങ്ങിച്ചു കൊടുക്കും, അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. കണ്ണീര് വരെ വന്നിട്ടാണ് അഹാന ഇതിനെ കുറിച്ചൊക്കെ വന്ന് നമ്മളുടെ മുമ്പിൽ വീഡിയോ കൊണ്ട് ഇടുന്നത്. എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീയല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്, കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു തന്നെ വിളിച്ചു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയണം. ഇത്രയും പ്രായമായ അമ്മൂമ്മ എന്തായാലും കാണാതെ പഠിച്ചു വെച്ച് ഈ ഡയലോഗ്സ് ഒന്നും പറയില്ല എന്നുള്ള കാര്യം, അതായത് ചോറ് കഴിക്കുന്ന ആർക്കാണെങ്കിലും നമുക്കൊക്കെ മനസ്സിലാകുമേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവര് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരെന്തായാലും ഇതിനുള്ള ന്യായീകരണമായിട്ട് ഇവരെല്ലാവരും കൂടി വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയും. കാരണം അമ്മമ്മയ്ക്ക് ഓർമ്മ കുറവാണ്, അമ്മമ്മയ്ക്ക് മെന്റലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് എല്ലാവരും വന്നിട്ട് എന്തായാലും അവതരിക്കും. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവർ തന്നെ വന്ന് വിളിപ്പിക്കാനായിട്ട് വരും. അതെന്തായാലും നമ്മൾ ഇനി അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ പക്ഷെ ഇവരെല്ലാവരും ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും അഹാനയുടെ ദിനമായിട്ടുള്ള റൊട്ടീൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, അതായത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് അഹാനയ്ക്ക് നന്നായിട്ട് ഏറ്റിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ
മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ ഏറ്റിട്ടില്ല, എന്നെ ഒന്നും ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് നാട്ടുകാരെ ഒന്ന് കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ഇപ്പോഴും ചേച്ചി കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് ഇവരുടെ നാടകങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ള കാര്യം അഹാനയ്ക്കും കുടുംബത്തിനും നന്നായിട്ട് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിത്തിൻ 1 hour തന്നെ ആ വീഡിയോ അഹാന ഡിലീറ്റ് ചെയ്യിപ്പിക്കും, അതേപോലെ തന്നെ അഹാന അമ്മൂമ്മനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇതുവരെ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ദിയ കൃഷ്ണയാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ അഹങ്കാരി എന്നാണ്. പക്ഷെ അതല്ല, അഹാന കൃഷ്ണയാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ അഹങ്കാരി എന്നും അതേപോലെ തന്നെ ഈഗോയിസ്റ്റും അതേപോലെ തന്നെ ആരോട് ക്ഷമിക്കാൻ പോലും മനസ്സില്ലാത്തതും അതേപോലെ തന്നെ പ്രായമായവരോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയാത്തതും മുതിർന്നവരോട് എങ്ങനെ അവരെ ബഹുമാനിക്കണം എന്ന് പോലും അറിയാത്തൊരു വ്യക്തിത്വമാണ് അഹാനയ്ക്കുള്ളതെന്ന് നമുക്ക് എന്തായാലും മനസ്സിലായി കഴിഞ്ഞു. എടി, പൊടി, തള്ളെ, അതുപോലെ തന്നെ വസന്തേ, അങ്ങനെ പല വാക്കുകളും, അതുപോലെ തന്നെ അറിയാലോ ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യാൻ അഹാനയ്ക്കല്ലാതെ വേറെ ആർക്ക് കഴിയും? എന്തായാലും എല്ലാത്തിനു ശേഷം അഹാന കൃഷ്ണൻ ഈ പറയുന്ന തന്മയും കൂടി കുടുംബ പ്രശ്നമാണ് ഇത്, ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ വന്ന് സംസാരിച്ചോളാം, ഞങ്ങളത് സോൾവ് ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരുടെ ചാനലിനും വീഡിയോസും ഡിലീറ്റ് ആക്കി ലാസ്റ്റ് അഹാന കൃഷ്ണൻ വന്നിട്ട് ഒരു പോസ്റ്റ് പങ്കിട്ടിട്ടുണ്ട്. എന്തായാലും ഇത് ആദ്യമേ തോന്നിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഭാഷ വളരെയധികം മാന്യമായ ഭാഷയാണ് കേട്ടോ അഹാന. ഈ ഭാഷ രീതികളൊന്നും നമ്മൾ ആ അമ്മൂമ്മേനെ കുറിച്ച് പറഞ്ഞപ്പോൾ അഹാനയുടെ ഭാഗത്തുനിന്നും കണ്ടില്ല.